ഹലോ, എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ഫില്ലിങ്ങൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബണ്ണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ, ചീസൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു ചീഞ്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു നാടൻ ടേസ്റ്റ് വരും. അത് ഈ ഒരു റെസിപ്പിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം. ഞാനൊരു വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു 4 അല്ലി വെളുത്തുള്ളി നല്ലോണം അങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരുപാട് കരിയണ്ട, അതിലേക്ക് സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു സവോളയാണ്, അത്യാവശ്യം വലിയ സവോള തന്നെയായിരുന്നു കേട്ടോ. അത് പൊടിയായി അരിഞ്ഞിട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് ഒരുപാട് അതും ഇതുപോലെ ആവണ്ട, നമുക്കിങ്ങനെ കടിക്കാനായിട്ട് കിട്ടണം. അപ്പോൾ അതും ഒന്ന് കളറൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഞാൻ ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് വലുപ്പമുള്ളതല്ല, ഒരു മീഡിയം വലുപ്പമുള്ള ഒരു ക്യാപ്സിക്കം പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി ഒരുപാട് പഴുത്തിട്ടുള്ള തക്കാളിയല്ല, ഞാൻ ഒരു അര കഷ്ണം തക്കാളിയാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു വലിയ തക്കാളിയുടെ പകുതിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊന്നിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം, അത് ഉടഞ്ഞൊന്നും പോകണ്ട, ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ക്യാപ്സിക്കം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, പക്ഷേ ക്യാപ്സിക്കത്തിൻ്റെ ഒരു ടേസ്റ്റ് അത് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചേർത്തതിന് ശേഷം ഞാൻ പനീറാണ് ചേർത്ത് കൊടുക്കുന്നത്. പനീർ ഫ്രൈ ചെയ്തിട്ടൊന്നുമില്ല, അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഫ്രീസറിൽ വെച്ചിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ ആ കട്ടയായിട്ട് ഇരിക്കുന്നത്. അത് ഒന്ന് എന്താ പറയുക, നല്ലോണം ഒന്ന് ചൂടാകുമ്പോൾ വിട്ട് വന്നോളും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചേർത്തു എന്നേ ഉള്ളൂ. അപ്പോൾ അത് ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം ഒരു 5 മിനിറ്റ്. അപ്പോഴേക്കത് നല്ല ഇതായിട്ട് വന്നോളും. പനീർ അതുപോലെ തന്നെ ഉടഞ്ഞുകൊണ്ടൊന്നും ഒരു പ്രശ്നവുമില്ല കേട്ടോ. വലിയ പീസായിട്ട് കിടക്കണമെന്നൊന്നുമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ പീസാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്തത് മൊസറല്ല ചീസാണ് കേട്ടോ. അത് ഞാൻ അങ്ങനെ ഒരു കഷ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. ഞാൻ അങ്ങനെ ചേർത്തു എന്നേ ഉള്ളൂ, ആ ഒരു വലിപ്പമൊക്കെ അറിയാനായിട്ട്. അപ്പോൾ ഒരു കഷ്ണം അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചൂടാകുമ്പോൾ മെൽറ്റായിട്ട് ഇങ്ങനെ എല്ലാത്തിൻ്റെ കൂടെ യോജിച്ച് വന്നോളൂ കേട്ടോ. അപ്പോൾ അതും നല്ലോണം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ചീസൊക്കെ മെൽറ്റായി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ മസാല എന്ന് പറഞ്ഞാൽ. കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് മസാല. എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചില്ലി സോസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് അതൊന്നുമില്ല, അപ്പോൾ ടൊമാറ്റോ സോസ് മാത്രമേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് അത് ചേർത്ത് കൊടുത്തു. പിന്നെ ഫ്ലേവർ നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റിയെടുക്കാം കേട്ടോ. പൊടികൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെയും പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മുളക് പൊടിയും പിന്നെ ടൊമാറ്റോ സോസ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി അതൊന്ന് ചൂടാറട്ടെ. അപ്പോഴേക്കും നമുക്ക് ബണ്ണെടുക്കാം. ബർഗർ ബണ്ണാണ് നല്ലത് കേട്ടോ. എനിക്ക് കിട്ടിയത് ഇത്ര ചെറിയൊരു ബണ്ണാണ്. ഇത് വളരെ ചെറിയൊരു ബണ്ണാണ്. ഈ ഫില്ലിങ്ങിന് നമുക്കൊരു 10, ഈ ഒരു സൈസിലുള്ള ബണ്ണാണെന്നുണ്ടെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ഫില്ലിംഗ് ഉണ്ട് കേട്ടോ. ബർഗർ ബണ്ണാണെങ്കിൽ നമുക്കൊരു 5 6 അത്രയ്ക്കൊക്കെ ഉള്ള ഫില്ലിങ്ങേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി ഇതിൽ സോസും കാര്യങ്ങളൊന്നും ചേർക്കണില്ല, നേരിട്ട് ഇത് വെക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇത്തിരി രുചി കൂട്ടണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മയോണൈസൊക്കെ വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ അതൊന്നും ചേർക്കാണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഫില്ലിങ് ഒരുപാട് കുറേ അങ്ങോട്ട് കുത്തി നിറയ്ക്കേണ്ട, പിന്നെ കഴിക്കുമ്പോൾ സൈഡിൽ കൂടെ ഒക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഇത്ര ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ 2 ബണ്ണിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചീസ്, മസാല ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ചീസൊക്കെ എത്ര ഉണ്ടോ അത്രയും ടേസ്റ്റാണല്ലോ. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പിസയിലൊക്കെ സീസണിങ് ഉപയോഗിക്കണ പോലെ ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഹെർബ് ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനതൊന്നും ചേർത്തിട്ടില്ല. ഇനി അടച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കും. ഒരുപാട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മസാല പുറത്തേക്ക് വരും. ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം മുകളിലും അത്യാവശ്യം ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ബണ്ണിൻ്റെ മുകളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം. പിന്നെ അതുപോലെ പാനിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി ബട്ടറോ ഓയിലോ തേച്ച് കൊടുക്കാം. ഞാനൊന്നും ചെയ്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി അടുക്കി പിടിക്കുമോ എന്നൊക്കെ സംശയം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ നോൺ സ്റ്റിക്കാണ്, വലിയ പ്രശ്നമൊന്നുമില്ല.
ഇനി ഇത് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് മെൽറ്റ് ചെയ്തെടുപ്പിക്കണം. ഇത് ഓവനിൽ വേണമെങ്കിൽ അങ്ങനെയും വെക്കാം കേട്ടോ. ഓവനിൽ വെച്ചിട്ടും നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്, ചീസൊക്കെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അടിഭാഗം കരിയെ ഒന്നും ചെയ്തിട്ടില്ല. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇത് എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. പിന്നെ ചീസൊക്കെ നല്ലോണം ചേർക്കുക. പിന്നെ സൈഡിൽ നിന്ന് അങ്ങനെ നമ്മൾ കഴിക്കുന്ന സമയത്ത് വരുമൊന്നുമില്ല, കാരണം ചീസൊക്കെ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ആ ബണ്ണിൽ തന്നെ ഒട്ടിപ്പിടിച്ച് അങ്ങനെ ഇരിക്കും കേട്ടോ. കണ്ടോ, അടിഭാഗം ഒന്നും കരിഞ്ഞിട്ടില്ല. നല്ല ടേസ്റ്റായിട്ടുള്ള റെസിപ്പി, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാതിരിക്കും. ബൈ ബൈ.